എം ടി സാറിൻ്റെ നിർമ്മാല്യം വന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്. നിർമ്മാല്യം വരുന്ന സമയത്ത് ആ സിനിമ ഷൂട്ട് ചെയ്യാനും അതിന് നാഷണൽ അവാർഡ് കിട്ടാനും പി ജാൻ്റെ ഒരു ആക്ടർ നാഷണൽ അവാർഡ് കിട്ടാനും അത്രയും റെക്കഗ്നേഷൻ കിട്ടിയൊരു കാലം ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ നിർമ്മാല്യം ഒരു സിനിമ വേണം നമ്മൾ പറയും, അല്ലെങ്കിൽ സിനിമ ചെയ്യാൻ പറ്റുന്ന ആഗ്രഹമല്ല നമ്മൾ പറയാം. പക്ഷേ നിർമ്മാല്യം ഒരു പടം കാണിക്കാൻ നമുക്കിപ്പോൾ പറ്റുന്നുണ്ടോ? അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്തൊരു പടം ഇന്ന് പ്രദർശിപ്പിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ പടവലങ്ങ പോലെ വളർന്നിരിക്കുന്നത്, താഴേക്കാണ് വളർന്നിരിക്കുന്നത്. നമ്മൾ ഒരു സ്ഥലത്ത് ഭയങ്കരമായിട്ട് നമ്മൾ മാറ്റം വന്നു പറയുമ്പോൾ സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടും നമുക്ക് സംഭവിച്ചിട്ടുള്ള ഇത് ഡിപ്രഷൻ ആണ് എന്നാണ് പലപ്പോഴും നമുക്ക് പ്രത്യേകിച്ച് ക്രിയേറ്റീവ് സൈഡിൽ തോന്നുന്നത്. അപ്പോൾ അത്തരം ഭയങ്ങൾ നമ്മളെയും ഭയപ്പെടുത്തുന്ന ഭാഗങ്ങൾ പുറകിലുണ്ട്, നമ്മുടെ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. ഇതിനെ നമ്മളെങ്ങനെ മറികടക്കാം എന്നുള്ളതിൻ്റെ സിനിമാറ്റിക് വേർഷനാണ് ഇത് ചെയ്തത്. കുറേ കൂടി ഷാർപ്പാവാൻ പറ്റുന്നതായിരുന്നു എന്നുള്ളത് എനിക്ക് നല്ല വിശ്വാസമാണ്.